ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പരിശുദ്ധനാര് എന്ന ചോദ്യത്തിന് ഇപ്രകാരമാണ് ഉത്തരം പറയുന്നത്. ആരാണോ എല്ലായ്പ്പോഴും ദൈവത്തിന് മുൻപിൽ കൃതജ്ഞതയോടെ മനമുയർത്തുന്നത്, ആരാണോ എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായിരിക്കുന്നത്, ആരാണോ സഹജീവികളോട് അയൽക്കാരോട് വിശ്വസ്തത പുലർത്തുന്നത്, അവനത്രേ യഥാർത്ഥ ദൈവവിശ്വാസി, യഥാർത്ഥ ഈശ്വരവിശ്വാസി, യഥാർത്ഥ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, 2025 അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. 2025 ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വിലയിരുത്താം. എത്രയോ അനുഗ്രഹങ്ങളിലൂടെയാണ് ദൈവം നമ്മെ കൊണ്ട് നയിച്ചത്. സമാധാനവും സന്തോഷവും നൽകിയ വർഷമായിരുന്നു 2025. തകർച്ചകളുണ്ടായപ്പോൾ, രോഗങ്ങളുണ്ടായപ്പോൾ, പ്രശ്നങ്ങളുണ്ടായപ്പോൾ, കടബാധിതകൾ കടന്നുപോയപ്പോൾ എന്നെ തൻ്റെ ഉള്ളം കൈയിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവം സംരക്ഷിച്ചു. കാവൽ മാലാഖമാരുടെ അനുഗ്രഹത്തോടെ ചൈതന്യത്തോടെ എന്നെ സംരക്ഷിക്കുവാൻ എന്നെ ചുറ്റിലും നിർത്തി. 2025 മെയ് 24 ആരംഭിച്ച വലിയ മഴക്കെടുതി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, അസ്വസ്ഥതകൾ സൃഷ്ടിച്ചപ്പോൾ, നമുക്കാർക്കും, നമ്മൾ പലർക്കും യാതൊന്നും സംഭവിക്കാതെ തൻ്റെ ചിറകിൻ കീഴിൽ അവർ നമ്മെ സംരക്ഷിച്ചു. ആ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട്, ആ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചുഴലിക്കാറ്റിലൂടെ, തകർച്ചകളിലൂടെ, രോഗബാധിതമായ അവസ്ഥകളിലൂടെ, കടബാധ്യതകളിലൂടെ, സംശയനിഴലിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ നയിച്ചപ്പോൾ, മറ്റുള്ളവർ പരിഹസിച്ചപ്പോൾ, ഒരുപക്ഷെ എൻ്റെ മനസ്സിടിഞ്ഞു, എൻ്റെ ഹൃദയം തളർന്നു, ജീവിതം അവസാനിച്ചു എന്ന വ്യാജേന അലറിക്കരഞ്ഞുപോയി. പക്ഷേ അവിടെയൊക്കെയും എന്നെ സംരക്ഷിക്കുവാനായി ദൈവം തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചു. ദൈവത്തിൻ്റെ കരുണ എത്രയോ വലുത്. അവിടുന്ന് അറിയാതെ ഒരു മുടിയിഴ പോലും എന്നിൽ കൊഴിഞ്ഞു പോകുന്നില്ല എന്ന വലിയ വചനത്തെ ഓർത്തുകൊണ്ട് എൻ്റെ ജീവനെ അവിടുന്ന് സമൃദ്ധമായി സംരക്ഷിച്ചു കൊണ്ടുപോകും. ഞാൻ നന്ദിയുള്ളവനാണ്. നിന്നെ ആട്ടിയിറക്കിയ ഇടങ്ങളിൽ നിന്നെ കൈപ്പിടിച്ചുയർത്തുന്ന സമയമാഗതമായിരിക്കുന്നു. ഇതാ, ആ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തോടുകൂടെ ഈ 2025 അവസാനിപ്പിച്ച് 2026 നമുക്ക് കടക്കാം. നന്ദിയോടെ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നും വരുന്ന വാക്കുകളോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുക. എത്രയോ നിമിഷങ്ങളിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തകർന്നരിപ്പണമായി. വിവാഹബന്ധത്തിലുള്ള വിള്ളലുകൾ, മക്കളുടെ അടക്കം പറച്ചിലുകൾ, അയൽക്കാരുടെ പരിഹാസങ്ങൾ, കൂട്ടുകാരുടെ കളിയാക്കലുകൾ തകർന്നുപോയ നിമിഷങ്ങളാണ്. ജോലിയിൽ ഉയർച്ചയില്ലാതെ, സ്ഥിരവരുമാനമില്ലാതെ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ഞാൻ പാടുപെട്ടപ്പോൾ അവിടെ കൈത്താങ്ങായി, തണലായി, സമാധാനമായി സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന വലിയ വിശ്വാസം ഓരോ നിമിഷവും നമ്മെ നയിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റിൻ്റെ പാരമ്യത്തിലേക്ക് ഇറങ്ങി. എനിക്ക് നല്ല അപ്പനെ കിട്ടി, അമ്മയെ കിട്ടി, ചേട്ടനെ കിട്ടി, ചേച്ചിയെ കിട്ടി, അനിയനെ കിട്ടി, നല്ല ഭാര്യയെ കിട്ടി, നല്ല ഭർത്താവിനെ കിട്ടി, നല്ല മക്കളെ കിട്ടി, നല്ല അയൽക്കാരെ കിട്ടി, സമ്പത്തുണ്ടായി, ഐശ്വര്യമുണ്ടായി, അനുഗ്രഹമുണ്ടായി. പക്ഷേ ഞാൻ അവയ്ക്കൊക്കെ നന്ദി അർപ്പിച്ചിട്ടുണ്ടോ? അത് വലിയ ചോദ്യചിഹ്നമായിട്ട് എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങണം. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ഞാൻ ദൈവസ്നേഹത്തിന് അകലെയാണ്. ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു,
എത്രയോ തീർത്ഥാടന കേന്ദ്രം കയറിയിറങ്ങി, എത്രയോ സ്ഥലത്തേന് ഓടിച്ചെന്നു. അല്പം സമാധാനം കിട്ടുന്ന, ആശ്വാസം കിട്ടുന്ന മേഖല അന്വേഷിച്ചുകൊണ്ട് ഒരുപക്ഷെ ദൈവസന്നിധിയിലൊക്കെ അകന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റുള്ള വ്യക്തികളിലും എൻ്റെ സമാധാനം കണ്ടെത്താൻ പരിശ്രമിച്ചപ്പോൾ, ആശ്വാസം കണ്ടെത്താൻ പരിശ്രമിച്ചപ്പോൾ എനിക്ക് പാളിപ്പോയി. എന്നിട്ടും ഞാൻ തലയുയർത്തി നോക്കാതെ ഞാൻ താഴേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. ആരിലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ സ്വയം എന്നിലേക്ക് തന്നെ ചുരുങ്ങി. ഏകാന്ത പതികനായി ഞാൻ എൻ്റെ ജീവിതത്തെ നയിച്ചു. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ, കനേഡിയൻ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്ര പ്രകാരം പറഞ്ഞു വെക്കുന്നു, ജീവിതത്തിൽ ഒരു മനുഷ്യന് 4 അവസ്ഥകളിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. ഒന്ന് ഫോർക്ലോഷർ സ്റ്റേറ്റസ്, ഒന്നും അറിയാത്തൊരവസ്ഥ. മറ്റൊന്ന് അച്ചീവ്മെന്റ് സ്റ്റേറ്റസ്, എല്ലാം നേടി എന്നുള്ളൊരവസ്ഥ. മൂന്നാമത് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ സ്റ്റേറ്റസ്, സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള മുരടിക്കുന്നൊരവസ്ഥ. നാലാമത്തത് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് തമ്പുരാൻ നന്ദി പറയുന്നൊരവസ്ഥ. ഈ ഏതൊരവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വിശുദ്ധി, ഈ നന്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് സ്നേഹത്തോടുകൂടെ ഈ 2025 യാത്രയാക്കാൻ പറ്റും. പുതിയ ചിന്തകളോടെ, പുതിയ ആഗ്രഹങ്ങളോടെ, പുതിയ അഭിലാഷങ്ങളോടെ 2026 ഇനി കടക്കണമെങ്കിൽ നമ്മുടെ മനസ്സുയരട്ടെ, ഹൃദയമുയരട്ടെ, ജീവിതമുയരട്ടെ. തമ്പുരാനിലേക്ക് നമുക്ക് നോക്കാം, നന്ദിയുള്ളവരായിരിക്കാം. എബനേസറെ, സ്റ്റോൺ ഓഫ് ഹെൽപ്പ് എന്നുള്ള ആ വലിയ ചിന്തയോടെ നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ദൈവം കരുണയുള്ളവനാണ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എൻ വീടും എനിക്കുള്ളതെല്ലാമേ പരനെന്നും നന്ദി കരേറ്റു. ഞാനും എൻ വീടും എനിക്കുള്ളതെല്ലാമേ പരനെന്നും നന്ദി കരേറ്റു. കൺമണി പൂ കാത്തതിനാൽ നന്ദി, വീഴാതെ താങ്ങിയതാൽ നന്ദി. മണിപ്പൂ കാത്തതിനാൽ നന്ദി, വീഴാതെ താങ്ങിയതാൽ നന്ദി. എബനേസരേ, എബനേസരേ, ഇന്നയോളം എന്നെ ചുമന്നവനേ. എബനേസരേ, എബനേസരേ, എന്നിനവിൽ എന്നെന്നും നീ മാത്രമേ. നന്ദി, 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 നിന്നെഞ്ചൂരം ചേർത്തതിനാൽ നന്ദി. നന്ദി, 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 കൺമണി പോൽ കാത്തതിനാൽ നന്ദി. ദൈവമേ, ദൈവമേ, സ്നേഹമായി ഇറങ്ങി വന്നവനെ, നന്ദിയോടുകൂടി എൻ്റെ ശിരസ് ഞാൻ അങ്ങയുടെ മുൻപിൽ നമിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹമായി ചൊരിഞ്ഞ നിമിഷങ്ങൾ ധാരാളമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ അനുഗ്രഹമായി നീ മാറിയ നിമിഷങ്ങൾ. ഒന്നുമില്ലായ്മയിൽ നിന്നെൻ്റെ ജീവിതം നന്മയായി നിറച്ചുവല്ലോ. ഒന്നുമില്ലായ്മയിൽ നിന്നെൻ്റെ ജീവിതം നന്മയായി നിറച്ചുവല്ലോ. ഒരു തിന്മയും നിനയ്ക്കാത്തനപ്പാ,
അങ്ങേ പോൽ വേറാരുമില്ലേ, ഒരു തിന്മയും നിനയ്ക്കാത്തനപ്പാ, അങ്ങേ പോൽ വേറാരുമില്ലേ. എബനേസരേ, എബനേസരേ, എന്നെ ചുമന്നവനേ. എബനേസരേ, എബനേസരേ, എന്നിനവിൽ എന്നെന്നും നീ മാത്രമേ. നന്ദി, 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 നിന്നെഞ്ചൂരം ചേർത്തതിനാൽ നന്ദി. നന്ദി, 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 കൺമണി പൂ കാത്തതിനാൽ നന്ദി. ദാവീദ് മഹാരാജാവ് തന്റെ പ്രിയനായ ജോനാഥനെ നെഞ്ചോട് ചേർത്തതുപോലെ ഇതാ യേശുവിന്റെ വക്ഷത്ത് ചാരി കിടന്ന യോഹന്നാനെ പോലെ ഇതാ അവിടെ നമ്മെ ചാരി നിർത്തുന്നു. നന്ദിയുള്ളവരായിരിക്കുക, കൃതജ്ഞത അർപ്പിക്കുക. ആ നെഞ്ചിൽ ചൂടേറ്റു വേണ്ടുന്നതെല്ലാം തന്നെ തിരുകരം കരുതിയല്ലോ. അന്നു വേണ്ടുന്നതെല്ലാം തന്നെ തിരുകരം കരുതിയല്ലോ. നടത്തിയ വിധങ്ങളെ വർണ്ണിപ്പാൻ വാക്കുകൾ തികയാതെ പോകുമപ്പാ. നീ നടത്തിയ വിധങ്ങളെ വർണ്ണിപ്പാൻ വാക്കുകൾ തികയാതെ പോകുമപ്പാ. എബനേസരേ, എബനേസരേ, ഇന്നയോളം എന്നെ ചുമന്നവനേ. എബനേസരേ, എബനേസരേ, എന്നിനവിൽ എന്നെന്നും നീ മാത്രമേ. നന്ദി, 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 നെഞ്ചോരം ചേർത്തതിനാൽ നന്ദി. നന്ദി, 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 മണി പൂ കാത്തതിനാൽ നന്ദി. ദൈവമേ, ശൂന്യമായ മനസ്സുമായിട്ട് ഞാൻ നടക്കുകയാണ്. കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ. എൻ്റെ ജീവിതം അങ്ങയുടെ ദാനമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കട്ടെ. സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ജീവിക്കട്ടെ. ജ്ഞാനികൾ മധ്യത്തിൽ ഭൂഷണമെന്നെയും ഉയർത്തിയതതിശയമേ. ജ്ഞാനികൾ മധ്യത്തിൽ ഭൂഷണമെന്നെയും ഉയർത്തിയ അതിശയമേ. എനിക്കതിനൊന്നും യോഗ്യതയില്ലേ, ഇതു കൃപയാണി വേറൊന്നുമല്ലേ. എനിക്കതിനൊന്നും യോഗ്യതയില്ലേ, ഇതു കൃപയാണി വേറൊന്നുമല്ലേ. എബനേസരേ, എബനേസരേ, ഇന്നയോളം എന്നെ ചുമന്നവനേ. എബനേസരേ, എബനേസരേ, എന്നിനവിൽ എന്നെന്നും നീ മാത്രമേ. നന്ദി, 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 നിൻ
നന്ദി. നന്ദി നന്ദി നന്ദി, നിൻ കൺമണി പോൽ കാത്തതിനാൽ നന്ദി. സ്നേഹമേ, ദൈവസ്നേഹമേ, കൃപയുടെ വിളനിലമേ, ചൈതന്യമേ, നന്ദി മാത്രം, നന്ദി മാത്രം. നന്ദിയോട് ശിരസ് നമിക്കുന്നു. കുടുംബത്തിന് സമാധാനം നൽകിയതിനെ ഓർത്തുകൊണ്ട്, ഐശ്വര്യങ്ങൾ നൽകിയത് ഓർത്തുകൊണ്ട്, എൻ്റെ കുടുംബത്തിലെല്ലാവരിലും അങ്ങയുടെ കരുണയും സ്നേഹവും വർഷിച്ചതുകൊണ്ട്, എത്രയോ മക്കളാണ് ഈ നന്മയില്ലാതെ, അങ്ങയോട് കൃതജ്ഞതയില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2025 അവസാനിക്കുമ്പോൾ ദൈവമേ, എല്ലാ മക്കളിലേക്കും ദൈവസ്നേഹം അഗ്നിയായി, ചൈതന്യമായി, കൃപയായി ചൊരിയണമേ. വിശുദ്ധിയോടുകൂടെ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുവാൻ, പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ, അതുവഴിയായി ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, ദൈവത്തിന്റെ അനുസരണയുള്ള പുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കുവാൻ ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ. അവരിലേക്ക് ശക്തമായ ദൈവസ്നേഹം വർഷിക്കണമേ. ഇതാ, നന്ദിയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ എനിക്കെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹത്തിന്റെ വക്താവായിട്ട് ഞാൻ മാറുകയാണ്. സമാധാനത്തിന്റെ ഉപകരണമായിട്ട് മാറുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, എന്നെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. സ്നേഹം വിതയ്ക്കാൻ, സമാധാനം വിതയ്ക്കാൻ, സന്തോഷം വിതയ്ക്കാൻ, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശ്വാസമായിട്ട് മാറുവാൻ ഈ 2025 എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും കൃതജ്ഞതയോടുകൂടെ ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരുന്നു കൊണ്ട് മറ്റുള്ള ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ വർഷം അതിന് ഉതകട്ടെ. ഈ 2025 വിടവാങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ മനസ്സും ഹൃദയവും കരവും ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കട്ടെ. തണുത്തുറഞ്ഞ പ്രഭാതത്തിൽ ദേവാലയത്തിന്റെ വാതിൽ തുറന്നപ്പോൾ പുറത്തെ മൂടൽമഞ്ഞിൽ പുതച്ചുകൂടി കിടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. ആശ്രമാധികാരി അദ്ദേഹത്തെ വിളിച്ചുണർത്തി. നോക്കിയപ്പോൾ അച്ഛൻ്റെ സന്തത സഹചാരിയായിരുന്ന സിൽവസ്റ്റർ അച്ഛൻ. ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ആശ്രമാധിപൻ ചോദിച്ചു, ഇപ്പോൾ ഏത് കാറ്റാണാവോ അങ്ങയെ ഇവിടേക്ക് ആനയിച്ചത്? ആ മനുഷ്യൻ സ്നേഹത്തോടെ പറഞ്ഞു, ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ റൂഹ, പരിശുദ്ധാത്മാവ് അഭിഷേകമായി, ചൈതന്യമായി എന്നെ ഇവിടേക്ക് എത്തിച്ചു. പരിശുദ്ധാത്മാവെ, ഇറങ്ങി വരണം എന്നുള്ള വലിയ ചിന്തയോടുകൂടെ, സ്നേഹത്തോടുകൂടെ നമുക്ക് ഏറ്റുപാടാം. 2026 കാലെടുത്ത് വെക്കുമ്പോൾ അയോഗ്യനായ ഞാൻ, ദൈവത്തിന് സന്നിധി നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ അഭിഷേകത്തിന്റെ ചൈതന്യം എന്നിലുണ്ടാകണം. ആത്മാവിൽ ആനന്ദിക്കുവിൻ, സന്തോഷത്തോടെ ഗീതങ്ങൾ ഏറ്റുപാടുവിൻ. ആ ദൈവത്തെ നമുക്ക് സ്നേഹത്തോടെ സമാധാനത്തോടെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കുക. ദൈവകൃപയിൽ ജ്വലിക്കുന്നവരായി ഉജ്ജ്വലിച്ചുകൊണ്ട് 2026 സ്നേഹത്തോടെ പ്രവേശിക്കുക. പ്രിയ സഹോദര സഹോദരി, 2026 നീ കാലെടുത്ത് വെക്കുമ്പോൾ ഓർക്കണമേ, ഈ ഒരു ആയുസ് മാത്രമേ നിന്റെ മുൻപിലുള്ളൂ. ഈ ആയുസ്സിൽ നന്ദിയുള്ളവനായിരിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. നന്ദിയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഈ ഒരു 26 പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുള്ളവരായിരിക്കുക. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദരീ, ദൈവത്തിനായി ജീവിക്കാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാൻ നാം യേശു
യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരീ, ദൈവത്തിനായി ജീവിക്കാം. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. സർവ്വതും മറന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ശക്തനായവനെ ആരാധിക്കാം. സമാധാനത്തിന്റെ രാജാവിനെ ആരാധിക്കാം. ദൈവത്തിന്റെ കൃപയെ അനുഗ്രഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. കൃപയായിട്ട് മാറട്ടെ, ചൈതന്യമായിട്ട് മാറട്ടെ. ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുക. അനുഗ്രഹമായിട്ട് മാറട്ടെ. ദൈവത്തെ ഏറ്റുപാടുക. മാത്രമേ യേശു ചെയ്യുന്നല്ല, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? നന്മയ്ക്കായി മാത്രം യേശു ചെയ്യുന്നെല്ലാം, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ? പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരീ, ദൈവത്തിനായി ജീവിക്കാം. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. ഹന്നാ പ്രവാചിക ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട്, ദൈവത്തിന്റെ കണ്ണിലേക്ക് ശിരസ് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയത്തെ കണ്ണുനീരിനെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദിയുള്ളവളായിരിക്കുന്നു. ദൈവം എനിക്ക് വലിയ ദാനം നൽകിയിരിക്കുന്നു. ഏറ്റുപാടാം. നമുക്ക് സകല വിശുദ്ധരോടുകൂടെ ഏറ്റുപാടാം. നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ്സു പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞെന്തിനായുസ്സു പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരീ, ദൈവത്തിനായി ജീവിക്കാം. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരീ, ദൈവത്തിനായി ജീവിക്കാം. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസ്സേ നമുക്കുള്ളു സോദരീ, ദൈവത്തിനായി ജീവിക്കാം. ദൈവത്തിനായി ജീവിക്കാം. ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അഭിഷേകമായി ചൈതന്യമായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനോർത്തുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ വർഷത്തെ ഓർത്ത് നന്ദി പറയുന്നു.
ഈ 2026 എന്ന വർഷത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങളിലേക്ക് ദൈവത്തെ കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുവാൻ അങ്ങനെ കൃപയുണ്ടാകട്ടെ, ചൈതന്യമുണ്ടാകട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, സ്നേഹമുള്ള ഹൃദയത്തോടുകൂടെ, വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ 2024 പ്രവേശിച്ചുകൊണ്ട് മറ്റുള്ളവർ അങ്ങിലേക്ക് ആനയിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. മനമുയർത്തി, സ്വരമുയർത്തി, ശബ്ദമുയർത്തി ഉറച്ചത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദൈവത്തിന്റെ ചൈതന്യമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദൈവത്തിന്റെ കൃപയെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഈ 2026 സമ്പന്നമാക്കുവാൻ, സമാധാനപൂർണ്ണമാക്കുവാൻ, അനുഗ്രഹമാക്കി മാറ്റുവാൻ, ചൈതന്യവത്തായി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ അഭിലാഷങ്ങളെ, ഞങ്ങളുടെ എല്ലാ ജീവിതശൈലിയെയും ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, നന്ദി കൊണ്ട് നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മനമുയർത്തി പാടുവിൻ, സ്വരമുയർത്തി പാടുവിൻ, അവിടുത്തെ ആരാധിക്കുവിൻ. ആത്മാവിലും സത്യത്തിലും അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല മനവും സകല ഹൃദയവും അവിടുത്തെ മുന്നിലേക്ക് ഉയർത്തുവിൻ. മുട്ടുകൾ കുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അനുഗ്രഹം വർഷിക്കുന്ന സർവശക്തനായ ദൈവം, നല്ലവനായ ദൈവം ഇതാ നാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷേകമാകട്ടെ, ചൈതന്യമാകട്ടെ, കൃപയാകട്ടെ. നന്ദിയുള്ളവരായിരിക്കാം, സമാധാനമുള്ളവരായിരിക്കാം, കൃപയുള്ളവരായിരിക്കാം, വിശുദ്ധിയുള്ളവരായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈകൾ വീശിക്കൊണ്ട് നമുക്ക് വേഗസ്വരത്തിൽ പാടാം. ഹൃദയത്തിന്റെ